ശരി, നമ്മുടെ അടുത്തൊരു അഡ്വക്കേറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്, അഡ്വക്കേറ്റ് അഞ്ജന. അഞ്ജനയുടെ ഓണവിശേഷങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല, ഓഫീസ് ഓണം എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. കാരണം അഞ്ജന കൂടുതൽ ഓഫീസ് ബേസ്ഡ് അല്ലേ, ഇപ്പം നമ്മുടെ ബാർ അസോസിയേഷൻ്റെ ഓണം, അതായത് ഒഫീഷ്യൽ ഓണങ്ങളിലാണ് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബാർ അസോസിയേഷനിൽ ഓണം ഇപ്രാവശ്യം ചെറിയ രീതിയിലേ നടത്തുന്നുള്ളൂ. വയനാടിൻ്റെ ദുരന്തം ആ ഒരു സംഭവം കാരണം ചെറിയ രീതിയിലാണ് നടത്തുന്നത്. എന്നാലും നമ്മൾ 2 ദിവസത്തെ ചെറിയ ഓണമാണ് നടത്തുന്നത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ടാവും, ചെറിയ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അങ്ങനെ നല്ലൊരു ഓണമാണ് അവിടെ. നോർമലി അവിടെ സദ്യ എല്ലാം ഉണ്ടാവും. ഇപ്രാവശ്യം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം ഉണ്ട്. 5 days ആണ് ഞങ്ങളുടെ ബാർ അസോസിയേഷനിലെ ഓണം ട്രിവാൻഡ്രം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് ഇപ്രാവശ്യത്തെ ഓണവിശേഷം. ഞാൻ ഇന്ന് പാടുന്നത് കൂടെ എവിടെ എന്നുള്ള ഒരു ഫിലിമിലെ ജോൺസൺ മാഷ് ഈണം ചെയ്ത ONV സാറിൻ്റെ വരികൾ എസ് ജാനകി അമ്മ പാടിയ പാട്ട്. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ. ചെല്ലക്കോറിഞ്ഞി പൂത്തോ ഇല്ലിക്കാടും പൂവിട്ടു ചെല്ലക്കോറിഞ്ഞി പൂത്തോ ഇല്ലിക്കാടും പൂവിട്ടു ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിൻ നീണം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ നീ വരൂ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ. ജാനകിയമ്മയെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ ദാസേട്ടൻ്റെ ശിഷ്യയായിട്ട് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, അശ്വതി അല്ലേ? അശ്വതി എന്താണ് ഓൺ ദ വേ ഫ്രം ഗൾഫ് അല്ലേ? ഗൾഫിലാണിപ്പോൾ. ഇന്നാണോ നാട്ടിൽ വന്നത്? ഞാനിപ്പോൾ 2 ദിവസമായി അവിടെ നിന്ന് വന്നിട്ട് നാട്ടിലെത്തി. ഓക്കെ, എങ്ങനെയുണ്ട് ഗൾഫിലെ ഓണം ആഘോഷങ്ങളൊക്കെ? എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ തീരെ പൊടി പ്രായത്തിലുള്ള ഓണം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 7ാം ക്ലാസ് വരെ ഓണം വീട്ടിൽ ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പ്രോഗ്രാം സ്ഥലത്ത് എവിടെയാന്ന് വെച്ചാൽ അവിടെയാണ് ഓണം. ഉറക്കവും ഇല്ലാണ്ട് അങ്ങനെ എവിടെ ഷോസ് തന്നെയാണ്. ഇപ്പോൾ കലോത്സവങ്ങളിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ട് വിജയിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു സമയം കലോത്സവത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അത് ഞങ്ങൾ ഈ കുഞ്ഞുകാലത്തിലെ പാട്ട് ഇഷ്ടമായോണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ഉദ്ദേശിച്ചത് പ്രൈസ് കിട്ടാനുള്ള കൊതി കൊണ്ടാണ്. അങ്ങനെ മത്സരിച്ച് പിന്നെ അത് കലോത്സവങ്ങളായി, സമ്മാനങ്ങളായി, പിന്നെ അങ്ങ് ഗൾഫിലായി, അത് ഉത്സവങ്ങളായി, ആഘോഷങ്ങളായി, ഓണം സെലിബ്രേഷൻസ് ആയി. അപ്പോൾ നമുക്കൊരു ഓണം സെലിബ്രേഷൻ പാട്ട് തന്നെ കേട്ടാലോ? ഓക്കെ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും
ചെന്നാൾ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി അപ്പോൾ ദാസേട്ടൻ്റെ ഒരു എന്താ പറയുന്ന ഓണപ്പാട്ടുകളിൽ ഭയങ്കര ദാസേട്ടനും സുജാത ചേച്ചിയും കൂടി പാടിയൊരു പാട്ട് വിദ്യാസാഗർ. എനിക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് അറിയില്ല. പാട്ട് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. ദാസേട്ടൻ്റെയും സുജാത ചേച്ചിയാണ് പാടിയിരിക്കുന്നതെന്നറിയാം. ഞാനും ഇടയ്ക്കൊക്കെ ഇത് റെഫർ ചെയ്യാറുണ്ട് ഈ പാട്ട്. അപ്പോൾ അടുത്ത അവരെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ചലച്ചിത്ര പിന്നണി ഗായികയായി ഏതാണ് ഇപ്പോൾ ഈ ഒരു പ്രോജക്ട്സ്? ഞാനിപ്പോൾ 2 പടത്തിൽ പാടി. ശരി. കഴിഞ്ഞ 2 മാസം മുമ്പായിരുന്നു ഒരു പടത്തിൻ്റെ റിലീസ്. ഇപ്പോൾ നെക്സ്റ്റ് ഇനി ഈ മാസം ലാസ്റ്റ് ഒരു സോങ് ഉണ്ട്. NN ബൈജു സാറിൻ്റെ പടത്തിലെ 2 പാട്ടുണ്ട്. കോലത്തിന്മേൽ കോലം എന്നാണ് പടത്തിൻ്റെ പേര്. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട്. ആ പടത്തിൻ്റെ എന്തോ ഒരു റെഫറൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മേ ബി ഓഡിയോ ലോഞ്ച് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഞാൻ ആ പാട്ട് പേര് എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ദാസേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ദാസേട്ടൻ്റെ ശിഷ്യത്വം അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം എന്നെക്കാളും ഒരുപാട് സീനിയേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ക്ലാസ്സിലിരിക്കാൻ പറ്റിയ വലിയ ഭാഗ്യമാണ്. സാറ് പ്രത്യേകിച്ച് എന്നെ കൊണ്ട് പാടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇനി പാടണം, നല്ല ശബ്ദമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി. എത്ര കേട്ടാലും മതിവരാത്ത നിരവധി ഗാനങ്ങളാണ് നമുക്ക് വേണ്ടി ഗായകരെ എല്ലാവരും തന്നെ പാടിത്തന്നത്. അതോടൊപ്പം കീബോർഡിലുണ്ടായിരുന്നത് ജിജോയാണ്. ജിജോയുടെ നല്ല രീതിയിലുള്ള കീബോർഡ് വായനയും ഒക്കെ മനോഹരമായിരുന്നു. എന്നാലും പാട്ടുകൾ കേട്ട് മതിയായിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രേക്ഷകർക്കായിട്ട് ഇനിയും ഒരു എപ്പിസോഡ് കൂടിയുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.